ഹലോ ഗായ്സ്, സുക്മ സീരീസിൻ്റെ ഭാഗത്തു നിന്ന് ടേണിംഗ് പോയിൻ്റ് എന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും, അപ്പോൾ എല്ലാവരും കാണാം. പിന്നെ ടൈം കളയാതെ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ഈ വെബ് സീരീസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 26 മിനിറ്റ് 16 സെക്കൻഡ് വേണം. ഒരു മിഡ് റേഞ്ച് ഡ്യൂറേഷനുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. ഈ ടൈം കൊണ്ട് തന്നെ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ സീരീസിൻ്റെ കഥാസാഹചര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ സീരീസിൻ്റെ പേര് ടേണിംഗ് പോയിൻ്റ് എന്നാണ്. അതേപോലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് നമ്മുടെ നായികയുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഈ സീരീസിൻ്റെ കഥാസന്ദർഭമായിട്ട് പറയുന്നത്. ായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ നായിക സൂസൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ ടൈമിൽ അവളുടെ വീട്ടിൽ ആരുമില്ല. അമ്മയാണെങ്കിൽ ഡോറൊക്കെ പൂട്ടി താക്കോലൊക്കെ ആയിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ നായകനായിട്ടുള്ള കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ വീട്ടിൽ കയറുന്നത്. ആ ടൈമിലാണ് അവൾ സൂസൈഡ് ചെയ്യാൻ വേണ്ടി കഴുത്തിൽ കയറൊക്കെ ഇട്ട് കുരുക്കുന്നത് കാണുന്നത്. അത് കണ്ട ആ കള്ളൻ അപ്പം തന്നെ വേഗം ചാടി വീഴുകയാണ്. അങ്ങനെ നമ്മുടെ നായികയെ ആത്മഹത്യ ശ്രമത്തിൽ നിന്നും നായകൻ രക്ഷിക്കുന്നു. അതിനുശേഷം നടന്ന സംഭവബഹുലമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ് വെബ് സീരീസിൻ്റെ കഥാസാഹചര്യമായിട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. അധികം അങ്ങോട്ട് ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സീരീസ് കാണുന്ന ഒരു ഫീല് കിട്ടൂല. ബാക്കി നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഫുള്ള് ഇത് ഇൻഡോർ ഷൂട്ടിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വീടും അതിൻ്റെ ആ ഏരിയയും പിന്നെ ആ റൂം അങ്ങനെയൊക്കെയാണ് കാണിച്ചു പോയിരിക്കുന്നത്. ഇൻഡോർ ആണെങ്കിൽ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നൈറ്റ് ഷൂട്ടൊക്കെ ആണെങ്കിലും ഒത്തിരി നൈറ്റ് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ നൈറ്റ് ഷൂട്ടിൻ്റെയൊക്കെ ക്ലാരിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഡബ്ബിംഗ് ആണെങ്കിലും ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും എല്ലാവരും ആ ഒരു സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ സീരീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറ്റമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒന്നുമില്ല. പിന്നെ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും എഫക്ട്സ് ആണെങ്കിലും എല്ലാം വളരെ അടിപൊളിയാണ്. ഇതൊന്നുമല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, എനിക്കറിയാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തേക്ക് കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. എന്തൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ കാണിക്കണോ അതേപോലെ തന്നെ കാണിക്കേണ്ട രീതിക്ക് ക്ലിയറായി കാണിച്ചു പോകുന്നുണ്ട്. അതായത് ക്ലോസപ്പ് വേണോ, വൈഡ് ആംഗിൾ വേണോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പൊസിഷൻ വേണം, അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞൊരു വെബ് സീരീസാണ് ഇത്തവണ ഇറക്കിയേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒറിജിനലായിട്ട് അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് ചില ടൈമിലാണെങ്കിൽ നമുക്കത് എഡിറ്റിംഗ് ആയിട്ടും തോന്നുന്നുണ്ട്, മറ്റു ടൈമിലാണെങ്കിൽ അത് റിയൽ ആയിട്ട് പോലെയും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിൽ വന്ന് പറയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ലൊരു സീരീസാണ്, എല്ലാവരും കാണാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അധികം ഞാൻ നീട്ടി വലിച്ച് പോണില്ല, അപ്പോൾ അതെല്ലാവരും കാണാം.